ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറുമ്പി. ഞാൻ ബെറ്റി സാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് കുറുമ്പി. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ട്രാവൽ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. അടുത്തൊരു സ്ഥലം, മനോഹരമായൊരു സ്ഥലം കാണാൻ പോയി. പക്ഷേ അത് സർപ്രൈസായിട്ട് കൊണ്ടുപോയത് കാരണം എനിക്ക് ഫോൺ ആ സമയത്ത് ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങളെ എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എഡിറ്റ് ചെയ്ത് അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന സ്ഥലമൊക്കെ കണ്ടോ നിങ്ങൾ? എന്ത് രസമാണെന്നറിയോ? അപ്പോൾ ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ചധികം പേരുണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞൊരു 10-12 പേരോളം അടുത്തുണ്ട്. പക്ഷേ ബാക്കി കുറച്ച് പേര് കാറിലാണ് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വീടിൻ്റെ അയൽവക്കത്തുള്ള കുറേ ഫ്രണ്ട്സ്, ചേട്ടായിൻ്റെ ഫ്രണ്ട്സും അയൽവക്കമുള്ള ഞങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ് പോകുന്നത്. അവരുടെ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അവിടേക്ക് ഇന്നിങ്ങനെ റീൽസ് എടുത്താലോ എന്ന്. പക്ഷേ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കൊയിന് കല്യാണം. ആ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത മരങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. അപ്പം അവിടെ അന്ന് പോയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. ഞങ്ങൾ ചോദിക്കേണ്ടത് എവിടെയാണ് എന്തുവാണോ ചോദിക്കുമ്പോൾ ഇവരൊന്നും പറഞ്ഞില്ല. വാ ഒരു കുറ്റിക്കാട്ടിലോട്ട് കൊണ്ട് ഇറക്കുവാണ്. അവിടെ ചെന്നിറങ്ങിയ പ്രദേശം ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അവിടുന്ന് ഒരു കുറ്റിക്കാട്ടിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നടക്കുന്ന സമയത്ത് മുള്ളുകളുണ്ട്, നമ്മൾ കുനിഞ്ഞ് നടക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ആ പിള്ളേരും ഞാനും ഒക്കെ ഇങ്ങനെ ആ ഊടുവഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അധികമൊന്നും നടക്കുന്നില്ല, കുറച്ച് നടന്നാൽ മതി. നടന്ന് ചെന്നപ്പോഴാണ് അതിശയകരിപ്പിക്കുന്നതായ തെറ്റിപ്പോയി കേട്ടോ ഗൈസ്. അതിശയം കൊള്ളുന്ന ഒരു മനോഹരമായ ഒരു കേവ്, ഒരു ഗുഹ. അപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ പോകുന്നവർ ഈ കണ്ണൂർ ജില്ലയിലുള്ളവരാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുമക്കളെയൊക്കെ പകുതി ഒഴിവാക്കുക. ഇറങ്ങി പോകുന്ന വളരെ നല്ല സൂക്ഷിച്ച് വേണം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. ഇത് ഞങ്ങളുടെ കണ്ണൂക്കാരുടെ സ്വന്തം കേവാണ് ഗെയ്സ്. ഗുണ കേവ് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ കണ്ണൂക്കാരുടെ സ്വന്തം കേവാണ് നരിമട കേവ്. ഇതിൻ്റെ പേരാണ് നരിമട. പണ്ട് കാലത്ത് നരികളൊക്കെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതുങ്ങളൊന്നും ഇല്ല അവിടെ. പക്ഷേ ഞങ്ങൾക്കതെല്ലാം കേട്ടിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വല്ല പാമ്പോ തേളോ ഒക്കെ ഉണ്ടോ എന്ന് വലിയ സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിള്ളേർ സെറ്റുകൾക്ക്. ഞങ്ങൾ സർപ്രൈസ് അടിച്ച് വന്നത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്നൊരു പേടിയും ടെൻഷനും ഒക്കെ അതിലുണ്ടായിരുന്നു, എന്തെങ്കിലും കാണുമോ. പക്ഷേ ഒന്നുമില്ല കേട്ടോ, നല്ല കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും ലൈറ്റോ വെട്ടമോ തെളിച്ചിട്ട് വേണം പോകാൻ, കാരണം നല്ല ഇരുട്ടാണ്. കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം നല്ല ചെളിയാവും, കാരണം 2 ദിവസം മുന്നേ മഴയൊക്കെ പെയ്ത് കാരണം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുക, നല്ല സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ, കാരണം നല്ല തെന്നൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, നല്ല തെന്നലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞ് ഇറങ്ങി വരിക, സംസാരിക്കുക, ചിരിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോസ് പിടിക്കുക, പിന്നെ കാണാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വൈബാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ ആ വലിയ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞൊരു ഗുഹയിലോട്ട് പോവുകയാണ്, ഒരു കുഞ്ഞ് കേവിലോട്ട് പോവുകയാണ്. നമ്മൾ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് റൂമുണ്ടെന്ന് പറയുന്ന പോലെ, ഒരു വീട്ടിൽ റൂമുകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ഗുഹയുടെ തൊട്ടപ്പുറത്തപ്പുറത്ത് ഓരോരോ കുഞ്ഞു കേവുകളുണ്ട്. ഞങ്ങൾ അതിലോട്ടൊക്കെ പോയി, ആ സൈഡിലോട്ടൊക്കെ പോയി. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന വലിയ ടീമുകൾ സാധാരണ നമ്മളോട് പറയും അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് വീഴും എന്നൊക്കെ പറയുന്നതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ പിള്ളേരോട്. പക്ഷേ ഇവർ നേരെ തിരിച്ചായിരുന്നു. ഞങ്ങളോട് പറയുകയാണ് ഫോട്ടോ എടുക്കൂ, അവിടെ നിൽക്കി, ഇത് എന്താ പിള്ളേരാണ്. പക്ഷെ ഞങ്ങൾ ഈ കണ്ട ആ ഒരു ഇതിൽ ടെൻഷനും പേടിയായിട്ടിരിക്കും. അവിടെ എന്തെങ്കിലും പാമ്പുണ്ടോ തേളുണ്ടോ ആ ഒരു ടെൻഷനിലായതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് നിൽക്കാതെ, കാരണം തെന്നി വീഴുമോ അങ്ങനത്തേക്കുള്ള ചെറിയ പേടി കാരണം ഞങ്ങളവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ കൂടെ വന്ന ടീമുകൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകാൻ പിള്ളേരെ, നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ പിള്ളേരെ, അവിടെ നിൽക്കി ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുമായിരുന്നു. എന്തായാലും കൊള്ളാം. അവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ വേറൊരു കേവ് കാണാം. കണ്ട, ഞങ്ങളുടെ കൂടെ വന്ന മാളൂട്ടീനെ പിടിച്ച് കാണിക്കുന്ന രംഗമാണ് കാണുന്നത്. ഞങ്ങളോട് ആവെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കൂ ഇവിടെ ഇരിക്കൂ, പക്ഷെ ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗുഹയുടെ അടുത്ത് നിന്ന് ഇരുന്നൊരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്ന രംഗങ്ങളാണ്. ഞങ്ങൾ 2-3 ഗുഹകളൊക്കെ കണ്ട് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ചാർജ് നന്നായേ കുറവായിരുന്നു. പിന്നെ മോനെ ശ്രദ്ധിക്കേണ്ട ഒരു കേസും കൂടെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞാണ്. അപ്പോൾ അതും എൻ്റെ മൈൻഡിലുള്ളത് കാരണം എനിക്ക് നല്ല രീതിയിൽ വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം നല്ല സൂക്ഷിച്ച് നടക്കുകയും പോവുകയൊക്കെ ചെയ്യണമായിരുന്നു. കാരണം നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സിലൊക്കെ ചെളി കണ്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുനിഞ്ഞ് പോയ സമയത്ത് ഞങ്ങളുടെ പിന്നെ ഡ്രസ്സിലെല്ലാം ചെളി പറ്റി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ച കണ്ട് എന്ത് മനോഹരമായിട്ടുള്ള പ്ലേസാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗുഹയുണ്ടെന്നോ അങ്ങനൊന്നും പറയില്ല. പക്ഷെ എന്ത് രസമാണ് നോക്കിക്കേ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ ഇരുന്ന് എടുത്തു കേട്ടോ. ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ പൊറോട്ടയും അൽഫാമും ഒക്കെ അടിച്ചിട്ടിരിക്കുന്നതാണ്. മന്തിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് മന്തി കഴിക്കാൻ മൂടില്ലെന്ന് മന്തി കഴിച്ചു. ഇവിടെ പോയിട്ട് ഞങ്ങൾ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകണം. വീഡിയോസ് അല്ല, ഫോട്ടോസ് കേട്ടോ. ഇനി കണ്ടോളൂ. ഞങ്ങൾ വീട്ടിലെത്തി ഗേസ്. ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഇറക്കിയ രംഗങ്ങളാണ്. ഈ ജീപ്പിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ടാറ്റാ ബൈ.